ഇന്ന് ഞങ്ങൾ നിയമസഭയിൽ ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയം ഉന്നയിച്ചത്, നോട്ടീസ് അവതരിപ്പിച്ചത്. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ബഹുമാന്യനായ സ്പീക്കറുടെ ഭാഗത്തു നിന്നും വളരെ തെറ്റായ ഒരു സമീപനമാണ് ഉണ്ടായത്. ഇതിന് മറുപടി പറഞ്ഞ ആരോഗ്യമന്ത്രി തെറ്റായ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവരുടെ നിലപാടിനെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചത്. മറ്റുള്ള സംസ്ഥാനങ്ങളുമായിട്ടാണ് കേരളത്തിലെ ആശാവർക്കർമാരെ താരതമ്യപ്പെടുത്തിയത്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും കേരളത്തിലെ ആശാവർക്കർമാർ ചെയ്യുന്നത് പോലുള്ള ജോലിയും അസൈൻമെൻറ്റും മറ്റൊരു സംസ്ഥാനത്തും ഇല്ല. 12 മണിക്കൂറും 14 മണിക്കൂറുമാണ് അവർ ജോലി ചെയ്യുന്നത്. ഞാൻ നിയമസഭയിൽ അവർ ചെയ്യുന്ന ജോലി ഭാരത്തെക്കുറിച്ച് വിശദമായി ഞങ്ങൾ ഇവിടെ സംസാരിക്കുന്നുണ്ടായി. എന്നിട്ടും അവർക്ക് ഈ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് LDFിൻ്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഈ മിനിമം കൂലി ആയിട്ട് വർദ്ധിപ്പിക്കും, 700 രൂപയായിട്ട് ഇത് വർദ്ധിപ്പിക്കും എന്നുള്ളൊരു വാഗ്ദാനമുണ്ട്. എന്നിട്ട് പോലും അവരതിനോട് നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഞങ്ങൾ പാർലമെൻറ്റിൽ നമ്മുടെ എം പിമാർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി സിക്കിമിൽ 10,000 രൂപയുണ്ട്, ആന്ധ്രയിൽ 10,000 രൂപയുണ്ട്, അതുപോലെ കർണാടകത്തിൽ മുഖ്യമന്ത്രി അവർ സമരം നടത്തിയപ്പോൾ അവരെ വിളിച്ച് ചർച്ച ചെയ്ത് 10,000 രൂപ ഓണറേറിയമായി വർദ്ധിപ്പിക്കുകയും ഹെൽത്ത് കമ്മീഷണറെ വിട്ട് അവർ സമരം ചെയ്തിരുന്ന പാർക്കിൽ പോയി ഹെൽത്ത് കമ്മീഷണർ അനൗൺസ് ചെയ്യുകയും ചെയ്തു. മാത്രമല്ല, കർണാടക മുഖ്യമന്ത്രി പറഞ്ഞത് അടുത്ത പ്രീ ബജറ്റ് ഡിസ്കഷനിൽ ഇവരുടെ പ്രതിനിധികളെ കൂടി പങ്കെടുപ്പിച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ കൂടി അവർക്ക് നൽകുന്ന കാര്യം ആലോചിക്കാം എന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആശാവർക്കർമാർ ജോലി ചെയ്യുന്നത്, കഷ്ടപ്പെടുന്നത്, കൂടുതൽ ജോലി സമയമുള്ളത് രാത്രി വീട്ടിൽ ചെന്നാൽ പോലും അവർക്ക് വിശ്രമമില്ലാത്ത തരത്തിൽ ജോലി ചെയ്യുകയാണ്. 10 കൊല്ലം മുമ്പ് ഇപ്പോൾ ഈ സമരത്തെ തള്ളിപ്പറയുന്ന CITU നേതാവ് എളമരം കരീം തന്നെ ഈ നിയമസഭയിൽ 10 വർഷം മുമ്പ് 2014 ഇവരുടെ ഓണറേറിയം 10,000 രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. VS അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 1 രൂപ പോലും ഇവർക്ക് ഓണറേറിയം കൊടുത്തില്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഇവർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള പല തീരുമാനങ്ങളും എടുത്തത്. അന്ന് അത്രയും ജോലി ഉണ്ടായിരുന്നില്ല, ഒരു വോളണ്ടിയർ ജോലി മാത്രമാണ് ഉണ്ടായിരുന്നത്. വേറെ ഏതെങ്കിലും ജോലിക്ക് പോകാൻ കഴിയുകയും 1-2 മണിക്കൂർ മാത്രം ഇതിന് ചെയ്താൽ മതി. ഇപ്പം അതല്ല, 8 മണിക്കൂർ ജോലി പോരാ, 12 മണിക്കൂർ ജോലി പോരാ എന്നുള്ള തരത്തിൽ ഇവരുടെ ജോലി ഭാരം ഭയങ്കരമായി വർദ്ധിച്ചിരിക്കുന്നു. ഒരു കാലത്തും കാണാത്ത തരത്തിൽ ഗവൺമെൻറ്റും മന്ത്രിമാരും CPM നേതാക്കളും ഈ സമരം ചെയ്ത സ്ത്രീകളെ അപമാനിക്കുകയാണ്. അവർ പാട്ടപ്പിരിവുകാരാണെന്ന് പറയുന്നു, അവർ സാംക്രമിക രോഗം പരത്തുന്ന കീടങ്ങളാണ് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലിരിക്കുന്ന ഈ സ്ത്രീകളെന്ന് പറയുന്നു. ഇന്നലെ എറണാകുളത്തൊരു CITU നേതാവ് വളരെ അധിക്ഷേപകരമായ രീതിയിൽ സുരേഷ് ഗോപിയുടെ സന്ദർശനത്തെക്കുറിച്ച് പറഞ്ഞു. കൊട കൊടുത്തതിൻ്റെ കൂടെ ഉമ്മ കൊടുത്താന്നാണ് ചോദിച്ചത് സുരേഷ് ഗോപി. എന്നോട് ഇതേ ചോദ്യം നിങ്ങൾ ചോദിച്ചിരുന്നു, സുരേഷ് ഗോപി അവിടെ പോയതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ഞാനതിന് മറുപടി പറഞ്ഞത് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, അവിടെ പോയി അവരുടെ കഷ്ടപ്പാട് കണ്ട് കൂടുതൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഡൽഹിയിൽ നിന്ന് മേടിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ കഴിയട്ടെ എന്നാണ്. ഇവിടെ രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കളും ആളുകൾ സമരം ചെയ്യുമ്പോൾ പോകുന്നതിന് എന്താ തെറ്റ്? SUCI ചെയ്യുന്ന സമരം ഞങ്ങൾ അസംബ്ലി കൊണ്ടുവന്നതിനാണ് ആരോഗ്യമന്ത്രിക്ക് വിഷമം. ഈ CITU നേതാവ് ഈ സ്ത്രീകളെ അപമാനിച്ചതിൽ ഒരു സ്ത്രീ കൂടിയായ ആരോഗ്യമന്ത്രിക്ക് ഒരു വിഷമവും ഇല്ല, ഒരു പ്രതിഷേധവും ഇല്ല. വീണ്ടും അവർ ഈ സമരം ചെയ്യുന്ന ആളുകളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള നിലപാടാണ് ഇരിക്കുന്നത്. ഇന്ന് വാക്കൗട്ട് പ്രസംഗത്തിൻ്റെ ഇടയിൽ സ്പീക്കർ വാക്കൗട്ട് പ്രസംഗത്തിൻ്റെ സമയത്ത് മാത്രമല്ല, രാവിലെ ശ്രീ മാത്യു കോഴനാടൻ ചോദ്യം ചോദിച്ച സമയത്ത് മുതൽ UDF അംഗങ്ങൾ ചോദ്യം ചോദിക്കുന്നതിൽ നിരന്തരമായി സ്പീക്കർ ഇടപെടുകയും അവരെ തടസ്സപ്പെടുത്തുകയാണ് ഉണ്ടായത്. വളരെ മോശമായിട്ടുള്ള 20 സെക്കൻഡ് ആകുന്നതിന് മുമ്പ് ചോദ്യം ചോദിക്കുന്നതിൽ UDF അംഗങ്ങളെ ഇടപെട്ട് തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഈ സഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ 9 മിനിറ്റ് ആയപ്പോൾ എന്നോട് മൈക്ക് ഓഫ് ചെയ്യും എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. വളരെ മോശമായ രീതിയിലാണ്. ഇതാണ് സ്പീക്കർ ഒരിക്കലും ഒരു സ്പീക്കറും ആ കസേരയിലിരുന്ന ഒരു സ്പീക്കറും ചെയ്യാത്ത നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സർക്കാരിൻ്റെ ഒരു കിങ്കറിനെ പോലെ സ്പീക്കർ ആ ചെയറിൻ്റെ ആ പദവിയെ നിസ്സാരമാക്കിക്കൊണ്ട് ആ പദവിയുടെ ഗൗരവം കളഞ്ഞുകൊണ്ടാണ് സ്പീക്കർ പ്രവർത്തിക്കുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ഭരണകക്ഷി MLA ചെയ്യുന്നത് പോലെ, ബാക്ക് ബെഞ്ചിൽ നിന്നൊരു MLA ബഹളമുണ്ടാക്കുന്നത് പോലെ, തടസ്സപ്പെടുത്തുന്നത് പോലെയാണ് വലിയ പ്രധാനപ്പെട്ട സ്ഥാനത്ത്
വലിയ കസേരയിലിരിക്കുന്ന ഈ സ്പീക്കർ പെരുമാറുന്നത്. ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധം അക്കാര്യത്തിൽ ഞങ്ങൾ പ്രകടിപ്പിക്കണം. ഇന്നലെ മുഖ്യമന്ത്രി അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞത് എത്ര മിനിറ്റാണ്? 59 മിനിറ്റാണ് മുഖ്യമന്ത്രി ഇന്നലെ മറുപടി പറഞ്ഞത്, അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞത്. ഇനി മുതൽ മുഖ്യമന്ത്രിക്കടക്കമുള്ള മന്ത്രിമാർക്കടക്കമുള്ള സമയം, ആ സമയത്തിൻ്റെ നിന്ന് 1 മിനിറ്റ് അവർ കൂടുതൽ സംസാരിച്ചാൽ ഞങ്ങളത് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകാനുള്ള തീരുമാനം കൂടി ഞങ്ങൾ എടുക്കുകയാണ്. ഈ 2 മണിക്കൂർ 40 മിനിറ്റ് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നത് കേട്ട് അവിടെ ക്ഷമയോടുകൂടി ഇരുന്ന ആളുകളാണ് ഞങ്ങളെല്ലാം. എന്നിട്ട് 8 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വോക്കൗട്ട് പ്രസംഗം ശ്രീ അച്യുതാനന്ദനോട് 36 മിനിറ്റ് പ്രസംഗിച്ചിട്ടുണ്ട്. എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരും, ഞാൻ കഴിഞ്ഞൊരു പ്രാവശ്യം സൂചിപ്പിച്ചതുപോലെ, ഈ നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കുറവ് സമയം സംസാരിക്കുന്ന വാക്കൗട്ട് പ്രസംഗം നടത്തുന്ന പ്രതിപക്ഷ നേതാവാണ് ഞാൻ. എന്നിട്ട് പോലും എൻ്റെ പ്രസംഗം ഭരണകക്ഷി അംഗങ്ങൾ, മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ തടസ്സപ്പെടുത്തുകയാണ് നിരന്തരമായി. അതിൻ്റെ കൂടെ ഇന്ന് സ്പീക്കർ കൂടി ചേരുന്ന ദൗർഭാഗ്യകരമായ കാഴ്ചയാണ് കാണുന്നത്. അദ്ദേഹം ആ കസേരയോട് നീതി പുലർത്തുന്നില്ല എന്ന് വളരെ ദുഃഖത്തോടുകൂടി, പ്രയാസത്തോടുകൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും. ഇവിടെ ഈ ഗവൺമെൻറ് എന്തോ ഒരു ബെല്ലും ബ്രേക്കും ഒന്നുമില്ലാതെ തലതിരിഞ്ഞ നയമായിട്ടാണ് പോകുന്നത്. ആശാ വർക്കർമാരുടെ കാര്യം ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്തായിരുന്നു എങ്കിൽ അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ പാരിതോഷികം എന്ന് പറയുന്നത് അവർക്ക് കൊടുത്ത റെസ്പെക്റ്റാണ്. ആശാ വർക്കർമാർക്ക് കൊടുത്ത റെസ്പെക്റ്റാണ്. അവരെടുക്കുന്ന ജോലി, അവർ ചെയ്യുന്ന സേവനം വോളണ്ടറി ആയിട്ട് അവർ ഒരു സമയക്രമവും അത് ശടിക്കാതെ, അവരുടെ സ്വന്തം കാര്യം നോക്കാതെ, അവരുടെ കുഞ്ഞുങ്ങളുടെയും കുട്ടികളുടെയും കാര്യം നോക്കാതെ അങ്ങനെ നടക്കുന്ന ആശമാർക്ക് ആ പദവി കൊടുക്കുകയും റെസ്പെക്റ്റ് കൊടുക്കുകയും ചെയ്ത ആ കാലം, അതായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെൻറ്. ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സമീപനം തന്നെ അതിൽ വളരെ സുവിദിതമായിരുന്നു. അങ്ങനെ റെസ്പെക്റ്റ് ചെയ്ത ആശാ വർക്കർമാർക്ക് ഇന്ന് ഇവർ കൊടുത്തത് അവരെ പാട്ടപ്പിരിവാരാക്കി. എന്നിട്ട് ആരോഗ്യമന്ത്രി ഇന്ത്യയിലുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലുള്ള കാര്യങ്ങൾ വിശദമായിട്ട് അവിടെ പറഞ്ഞ് അതിന് ആരവവും കയ്യടിയും ഒക്കെ ആയിട്ട് അസംബ്ലി അങ്ങനെ ആഘോഷിക്കുകയാണ്. ഈ പാവപ്പെട്ട ആശാ വർക്കർമാരുടെ കാര്യത്തിലാണ് ഇത് എന്ന് അറിയാതെ, അതിനെപ്പറ്റി ഒരു മൈൻഡും ഇല്ലാതെ. അപ്പോൾ ഇത് വാസ്തവത്തിൽ എന്നിട്ട് പറയാം കർണാടകയിൽ എന്താണെന്ന് ചരിത്രം പ്രതിപക്ഷ നേതാവ് പൊക്കി കാണിച്ചു. കാരണം എന്താ, അവിടെ പാർക്ക് പോയി അനൗൺസ് ചെയ്ത അവർ വളരെ സന്തോഷത്തോടു കൂടി കൈയടിക്കുന്ന ചിത്രമാണ് ആ പത്രത്തിൽ. അപ്പോൾ ഈ സമീപനം ഒരു തലതിരിഞ്ഞ സമീപനം തന്നെയാണ്, ഒരു സംശയവുമില്ല. ഇന്നലെ നമ്മൾ കണ്ടു മയക്കുമരുന്നിനെതിരായിട്ടുള്ള അതുപോലെ തന്നെ ഇവിടെയുള്ള ചർച്ച നടക്കും. ഒരു നല്ല ഡിബേറ്റ് നടക്കണം. അതാണ് ഭരണകക്ഷി ശടിച്ചത്. നല്ല ഡിബേറ്റ് നടത്തുന്ന സിമ്പോസിയം. ഭരിക്കുന്നവരിൽ നിന്ന് കിട്ടേണ്ടത് നടപടിയാണ്. ആ നടപടി കിട്ടാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് പരിതപിക്കുമ്പോൾ ഒരു നല്ല ചർച്ച നടക്കണം. അവിടെ എസ്കോട്ടിലാണ് പരീക്ഷ എഴുതാൻ പോയത്. ഈ ചെയ്ത പയ്യന്മാർ നഞ്ചക്ക് ഉപയോഗിച്ച്, നഞ്ചക്കെന്നല്ല അതിന് പേര്, എന്നാൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക, ഉപയോഗിച്ച് കൊന്ന ആളുകൾക്ക് എസ്കോട്ട്. കരയുന്ന പിതാവിന് അദ്ദേഹത്തോടെടുത്ത സമീപനം നമ്മൾ കണ്ടു. കരയുന്ന പിതാവ് കരഞ്ഞോട്ടെ, മറ്റവർക്ക് എസ്കോട്ട്. ഇതെന്തൊരു സമീപനമാണ്! ഈ സമീപനത്തിന് എതിരായി കേരളം ഉണരേണ്ട ഒരു സമയമായി. ഞങ്ങളത് ഉറക്കെ പറഞ്ഞപ്പോൾ പറയാൻ സമ്മതിക്കില്ല. നിയമസഭയിൽ അസഹിഷ്ണുത കാണിക്കാം. ഇന്ന് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സ്പീക്കറിൽ നിന്നുണ്ടായതാണ്. ഇത് വളരെ നിർഭാഗ്യകരമാണ്. വളരെ നിർഭാഗ്യകരമായ ഈ സമീപനം എന്ന് പറയുന്നത് തുടർന്നാൽ കേരളത്തിലെ ജനങ്ങളുടെ വോയിസാണ്. ഇവിടെ ആരോ സമരം നടത്തൽ, ആശാവർക്കർമാരുടെ സമരം എങ്ങനെ വന്നു, എവിടുന്ന് വന്നു, ആര് നടത്തുന്നു എന്നല്ല. പക്ഷെ പാട്ടപ്പിരിവുകാർ ഒരു വലിയ പദവിയാണ്. കീടങ്ങൾ, ഇതൊക്കെ പറയാവോ? അത് അവർക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പദവിയാണെന്ന എൻ്റെ അഭിപ്രായം. കാരണം പാട്ടപ്പിരിവുകാരെന്ന് ഇവർ പറയുമ്പോൾ അതൊരു ഉയർന്ന പദവിയായി മാറുകയാണ്. കാരണം അവർ ഒന്നുമില്ലാത്തവരാണ്, എന്നിട്ടും അവർ ചെയ്യുന്ന സേവനം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ധാർഷ്ട്യവും അതുപോലെ തന്നെ ഈ തരത്തിലുള്ള സമീപനവും അതിനെതിരായി അടിയുറച്ച് തന്നെ നിൽക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ്. അത് ഞങ്ങൾ ചെയ്തിരിക്കും. ആശാ വർക്കർമാരുടെ സമരം
അനുഭാവപൂർവ്വമാണ് സർക്കാർ അതിനെ സമീപിക്കുന്നതെന്നാണ് മന്ത്രി മാറി മാറി മറുപടി പറയുന്നത്. പക്ഷേ ആ അനുഭാവമൊന്നും ചർച്ചകളിലോ പ്രഖ്യാപനങ്ങളിലോ കാണുന്നില്ല എന്നതാണ്. ഈ സമരം 22 ദിവസം പിന്നിടുമ്പോൾ സർക്കാരിന് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് എത്രയോ നാൾ മുമ്പ് ഈ സമരം പരിഹരിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു രീതിയിലും ഒരു ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാവുന്നില്ല. മറ്റു തരത്തിലുള്ള പ്രസ്താവനകൾ മാത്രം ഉണ്ടാവും. ഇന്ന് അസംബ്ലിയിൽ ഉണ്ടായതുപോലെ അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ അത് വളരെ കൃത്യമായ നിലയിൽ ഓരോ കാര്യങ്ങൾ കൃത്യമായ നിലയിൽ തന്നെ പറഞ്ഞ് അവരുടെ മന്ത്രിയുടെ വാദങ്ങളെ ഖണ്ഡിക്കുകയുണ്ടായി. ഇപ്പോൾ സിക്കിമിൻ്റെ ഇഷ്യൂ പറഞ്ഞത് തന്നെ പാർലമെൻറ്റിൽ നൽകിയ മറുപടി അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങളും പ്രതിപക്ഷമൊക്കെ അത് അസംബ്ലിയിൽ ഉന്നയിക്കുന്നത്. പക്ഷേ ഗവൺമെൻറ് തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകളാണ് പലപ്പോഴും അസംബ്ലിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആശാവർക്കർമാരുടെ ഇന്നത്തെ ജോലിഭാരവും ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലവും ഒക്കെ കണക്കാക്കിക്കൊണ്ട് ജീവിത ചെലവ് കണക്കാക്കിക്കൊണ്ടുള്ള ന്യായമായ വർധനവാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ന്യായമായ വർധനവ് നൽകാൻ ഗവൺമെൻറ് തയ്യാറാവണം. അതിന് പകരം ഇപ്പോൾ ചെയ്യുന്നത് അവഹേളിക്കുക എന്നതാണ്. വ്യക്തിപരമായും അല്ലാതെയും സമരത്തെ അവഹേളിക്കുന്ന സമീപനമാണ് ഇന്ന് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്, CPM സ്വീകരിക്കുന്നത്. അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. ഇത് അവരുടെ സമരത്തിന് ലഭിക്കുന്ന വലിയ പിന്തുണ സർക്കാർ തിരിച്ചറിയുന്നില്ല. വലിയ പിന്തുണ, വലിയ ജനകീയ പിന്തുണ, പ്രാദേശികമായി പോലും ആ സമരങ്ങൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് പ്രകടനങ്ങളും കൂട്ടായ്മകളും ഒക്കെ ഇന്ന് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ സർക്കാർ പലപ്പോഴും ഇത്തരത്തിലുള്ള ഇന്ന് ആരോഗ്യ വകുപ്പിൻ്റെ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയെ കേരളത്തിൽ സംരക്ഷിച്ച് നിർത്തുവാൻ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു വിഭാഗം എന്ന നിലയിൽ അവരുടെ വിഷയം അടിയന്തരമായി പരിഹരിച്ച് ന്യായമായ നിലയിലുള്ള അവരുടെ വേതന വർധന, ഓണറേറിയം വർധനം അടിയന്തരമായി ഗവൺമെൻറ് നടപ്പിലാക്കണം. പിന്നീട് ഇന്ന് സ്പീക്കറിൻ്റെ സമീപനം, തുടർച്ചയായിട്ടുള്ള സമീപനം വളരെ പ്രതിഷേധവും നിർഭാഗ്യകരവുമായ ഒരു കാര്യമാണ്. ഇവിടെ അദ്ദേഹം തന്നെ പ്രീസിഡൻസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ ഗവൺമെൻറ് UDF ഗവൺമെൻറ് സമയത്തൊക്കെ 20 മിനിറ്റ് 25 മിനിറ്റാണ് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്ന ആൾ സംസാരിക്കുന്നത്. അതിനുശേഷം അന്നത്തെ വാക്കൗട്ട് സ്പീച്ച്, പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കൗട്ട് സ്പീച്ച് 30 മിനിറ്റ് വരെ നീണ്ടുപോയിട്ടുണ്ട്. 30 മിനിറ്റ് മുകളിലും പോയിട്ടുണ്ട്. കക്ഷി നേതാക്കളുടെ പ്രസംഗം 5ഉം 10ഉം മിനിറ്റ് വരെ പോയിട്ടുണ്ട്. അവിടെ 10 മിനിറ്റായി പ്രമേയാവതാരകൻ്റെ സമയം ചുരുക്കി കഴിഞ്ഞ സന്ദർഭം മുതൽ. അതിനോട് ഞങ്ങൾ യോജിച്ചു. പക്ഷേ ഇപ്പോൾ വന്ന അവസാനം പ്രതിപക്ഷ നേതാവിൻ്റെ സമയത്തിൽ കൂടി കടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇന്ന് MLA-മാർ, UDF MLA-മാർ ചോദ്യങ്ങൾ ചോദിച്ച സ്റ്റേറ്റ്മെൻ്റ് ആണെന്നാണ് പറയുന്നത്. ഭരണകക്ഷി MLA-മാരുടെയും ആദ്യത്തെ ഭാഗം സ്റ്റേറ്റ്മെൻറ്റുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ, ഗവൺമെൻറ് പ്രശംസിച്ചുകൊണ്ട് ഇല്ലാത്ത പ്രശംസ നൽകിക്കൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എല്ലാ MLA-മാരുടെയും. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? അപ്പോൾ ഇവിടെ പറയുമ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റ് പാടില്ല. ഇന്ന് മാത്യു സംസാരിച്ചപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പാടില്ലെന്നാണ് സ്പീക്കർ. അപ്പോൾ അവർ ആ ഭാഗം അവരുടെ ചോദ്യത്തിൽ അദ്ദേഹം ചോദിക്കുന്നില്ല. അപ്പോൾ അവിടെ കാണുമ്പോൾ ഒരു പാർഷ്യാലിറ്റി കാണുന്നുണ്ട്. ഇന്ന് 11ാമത്തെ മിനിറ്റായി ഞങ്ങൾ മൈക്ക് ഓഫ് ചെയ്യുമെന്ന് ഒരിക്കലും ഒരു സ്പീക്കർ പറയാൻ പാടില്ല. ജനാധിപത്യ വിരുദ്ധമാണ്. അപ്പോൾ ഇവിടെ ജനങ്ങളുടെ വിഷയങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് ആശാവർക്കർമാരുടെ ഒരു വലിയൊരു ഇഷ്യൂ ടേക്കപ്പ് ചെയ്ത് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം പോലും ചെയറിന് ഉൾക്കൊള്ളാൻ ബഹുമാനപ്പെട്ട ചെയർ അത് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 11 മിനിറ്റിൽ സ്പീക്കറുടെ ആ ഒരു കൃത്യത കൊണ്ടുവന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ മൈക്ക് ഓഫ് ചെയ്തത് ജനാധിപത്യ വിരുദ്ധമാണ്. അത് തിരുത്തുവാൻ സ്പീക്കർ തയ്യാറാവണം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഇന്നത്തെ ഓക്കൗട്ട് പ്രസംഗത്തിൽ 8 മിനിറ്റ് സമയമായപ്പോൾ മുതൽ സ്പീക്കർ തടസ്സപ്പെടുത്തുന്നതിലേക്ക് വരികയാണ്. മുഖ്യമന്ത്രി ഇന്നലെ സംസാരിച്ചപ്പം 1 മണിക്കൂറോളം സംസാരിച്ചിട്ടും ഒരു പ്രശ്നവും ഇല്ലാതെ എന്തെല്ലാം കാര്യങ്ങൾ പറയാമോ അതെല്ലാം പറയാനുള്ള സാഹചര്യം കൊടുത്തോട്ടെ, മുഖ്യമന്ത്രിയാണ് കൊടുത്തോട്ടെ. പക്ഷെ പ്രതിപക്ഷ നേതാവിനോട് ഇന്ന് അദ്ദേഹം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം ഭീഷണിയുടെ സ്വരത്തിലാണ് പിന്നീട് സ്പീക്കർ സംസാരിക്കുന്നത്. 10 മിനിറ്റിനുള്ളിൽ നിർത്തിയില്ലെങ്കിൽ പിന്നെ മൈക്ക് ഓഫ് ചെയ്ത് ഞാൻ എൻ്റെ അടുത്ത പണിയിലേക്ക് പോകും എന്നൊക്കെ സ്പീക്കർ പറയുന്ന കേരള നിയമസഭയുടെ അടുത്ത് ഞാൻ 96 മുതൽ MLA നിയമസഭയിൽ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ എത്ര മുഖ്യമന്ത്രിമാരും സ്പീക്കർമാരോട് വന്നിരിക്കുന്നു. ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവിനും മറ്റ് MLA-മാരുടെ ഒക്കെ അത് ഓഫ് ചെയ്യും. പ്രതിപക്ഷത്തുനിന്ന് UDF MLA-മാർക്ക് പൊതുവെ രക്ഷയില്ല. അതിനുശേഷം സ്പീക്കർ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ കൂടി കടന്ന് ആക്രമിച്ച് ഞാൻ ഓഫ് ചെയ്യും പറയില്ലെങ്കിൽ നിന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട്. പറയുമെന്ന് പറയുമ്പോൾ അതിന് സഭ പിന്നെ അടുത്ത ഒരു പ്രതിപക്ഷത്തിൻ്റെ ആ ഒരു അവകാശം തന്നെ ഇല്ലാതാക്കുന്ന നിലയിലേക്ക് ഏകപക്ഷീയമായ നിലപാടാണ് സ്പീക്കർ എടുത്തത്. അതിലുള്ള ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നതോടൊപ്പം ഈ ആശാവർക്കർമാരുടെ വിഷയത്തിൽ തന്നെ സത്യത്തിൽ ഇപ്പം പ്രതിപക്ഷം പുതുതായിട്ട് ഉന്നയിച്ച ആവശ്യമല്ല, ആശാവർക്കർമാരെ ഇപ്പോൾ പുതുതായിട്ട് ഉന്നയിച്ച ആവശ്യമല്ല. ഈ ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രികയിൽ തന്നെ അവർ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് LDF അധികാരത്തിൽ വന്നാൽ 21,000 രൂപയായി
ആശാവർക്കർമാരുടെ വേതനം അവർക്കുള്ള ഓണറേറിയം മാറ്റും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അത് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം. ഒരു മാസത്തോളം ഒരു സമരം വന്നിട്ട് ഇതുവരെ മുഖ്യമന്ത്രിയോ ധനകാര്യമന്ത്രിയോ വകുപ്പ് മന്ത്രി പോലും വേണ്ടത്ര ഒരു പ്രാധാന്യത്തോടെ അവർ ആശാവർക്കർമാർ ഇത് കണ്ടപ്പം അവരോട് ഞാൻ ചർച്ച ചെയ്തെന്നാണ് പറയുന്നത്. ഒരു ഗവൺമെൻറ് ഔദ്യോഗികമായ ഒരു ചർച്ച വിളിച്ചോ? ഇതുവരെ ഒരു ചർച്ച വിളിക്കാൻ പോലുള്ള ജനാധിപത്യ മര്യാദ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ തൊഴിലാളികളും സാധാരണക്കാരായ ജനങ്ങളും ഇന്ന് എത്രമാത്രം ഈ ഗവൺമെൻറ് അവഗണിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം ആശാവർക്കർമാരുടെ കാര്യത്തിൽ UDF പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് നിൽക്കുമ്പോൾ ഗവൺമെൻറ് ഈ തെറ്റിദ്ധരുത്താൻ തയ്യാറാകണം. ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് പ്രധാനപ്പെട്ട ആവശ്യം, പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം ഉന്നയിക്കുകയാണ്. മുഖ്യമന്ത്രി ഈ ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർക്കാൻ ചർച്ച വിളിക്കണം. ഇത് പറയുമ്പോഴാണ് നിർത്തിക്കൊള്ളാൻ പറയുന്നത്. അത് പറഞ്ഞ് ബാക്കി പറയാൻ അനുവദിക്കണ്ടേ? എന്താണ് ആ പ്രതിപക്ഷ നേതാവിൻ്റെ നിർദ്ദേശങ്ങൾ ഗവൺമെൻറ് പരിശോധിക്കണ്ടേ? അല്ലെങ്കിൽ ഈ സമര ഒത്തുതീർപ്പിന് വേണ്ടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന നല്ല കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാണ്ടേ? അതിന് പറഞ്ഞ് മിണ്ടണ്ട, വായടപ്പിച്ചിട്ട് പരിപാടി നിർത്തി പൊക്കളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ ഓടളക്കി വന്നാൽ കേരള നിയമസഭയിലേക്ക് അവർക്ക് അല്പം ഭൂരിപക്ഷത്തോടെ ഭരണം കിട്ടിയെന്നുള്ളതല്ലാതെ UDF ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തുന്ന ഇത്തരം വിഷയങ്ങളെ ഗവൺമെൻറ്റും നിഷേധാത്മക നിലപാടെടുക്കുന്നു. അതിന് സ്പീക്കർ ഒത്താശ ചെയ്തുകൊണ്ട് പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇതുപോലെ അപമാനിക്കാനുള്ള അവകാശങ്ങൾ നിഷേധിക്കാനുള്ള ശ്രമത്തിനെതിരെ അതിശക്തമായി പോരാടുക എന്നുള്ളതാണ് ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഒറ്റക്കെട്ടായി അക്കാര്യത്തിൽ കൂടെ നിൽക്കുകയാണ്. വേറെന്താ? തീർച്ചയായിട്ടും UDFിലെ എല്ലാ ഘടകകക്ഷികളും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ പൂർണ്ണമായി മറ്റ് ആശാവർക്കർമാരെ, ഞങ്ങളുടെ സംഘടനകളിൽപ്പെട്ട ആശാവർക്കർമാരെ കൂടി അണിനിരത്തിക്കൊണ്ട് ഈ സമരം വിപുലമാക്കും. ഒരു സംശയമില്ല. ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത്, മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രി ചെയ്തതുപോലെ അദ്ദേഹം അവരെ ചർച്ചയ്ക്ക് വിളിച്ച് അതിൻ്റെ അകത്ത് ഇത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം. സ്ത്രീകളാണ് സമരം ചെയ്യുന്നത്, പാവപ്പെട്ട സ്ത്രീകളാണ്. അവർ ചെയ്യുന്ന ജോലിക്ക് ആനുപാതികമായ കൂലി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സമരമാണ്. അതിനെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യാതെ അവർ സമരം ചെയ്യാനുള്ള അവരുടെ അവകാശത്തെ ബഹുമാനിച്ചുകൊണ്ടൊരു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് അവരെ വിളിച്ച് സംസാരിച്ച് അത് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടത്തണമെന്നാണ് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്. ഇല്ലെങ്കിൽ സമരം രൂക്ഷമാവും. ഞങ്ങളും ആ സമരത്തെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകും. ഇവർക്ക് PSC ചെയർമാനും PSC മെമ്പർമാർക്കും ഒക്കെ ശമ്പളവും പെൻഷനും തോന്നിയതുപോലെ കൂട്ടിക്കൊടുക്കുക. ആവശ്യമില്ലാത്ത എത്രയോ കാര്യങ്ങൾക്കാണ് തുക ചെലവഴിക്കുന്നത്. എത്രമാത്രം സമയം ജോലി ചെയ്യുന്ന പാവപ്പെട്ടവരാണ്, അവരെ പരിഗണിക്കണ്ടേ? INTUC നേരത്തെ സമരം ചെയ്തിട്ടുണ്ട് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട്. അവരോടും കൂടി ഈ സമരത്തിൻ്റെ ഭാഗമാകാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇപ്പോൾ CITU ഇന്ത്യ മുഴുവൻ സമരം ചെയ്തത് അതാത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക്. ഇത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. കേന്ദ്രത്തിൻ്റെ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ടാണ് ആശാവർക്കർമാർ വന്നതെങ്കിലും ഹെൽത്ത് എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. NHMൻ്റെ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാമുണ്ട്, ആ മിഷനുണ്ട്, നാഷണൽ ഹെൽത്ത് മിഷനുണ്ട്. നേരത്തെ NRHM ആയിരുന്നു, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനായിരുന്നു. ഇപ്പോൾ NHM ആണ്. അതാണ് മന്ത്രി തെറ്റിദ്ധരിപ്പിച്ച എന്ന് പറയുന്നത്. 900 കോടി രൂപ കേരളത്തിന് തരണമായിരുന്നു. അതിൽ 97 കോടി ഒഴിച്ച് മുഴുവൻ തന്നു. അത് ആ 97 കോടി കിട്ടാനുള്ളത് ആശാവർക്കർമാരുടെ പണമാണെന്ന് അവർ തെറ്റിദ്ധരിപ്പിച്ചാണ് പറഞ്ഞത്. സഭയെ ഞങ്ങൾ കണക്ക് ഹാജരാക്കി. NK പ്രേമേന്ദ്രൻ്റെ ചോദ്യം അത് മൊത്തം NHMൽ ഇനി ഈ വർഷം കിട്ടാനുള്ള പൈസയാണ്. 97 കോടി രൂപ ഈ വർഷം കിട്ടാനുള്ള പൈസയാണ്. പിന്നെ എന്താണ് പൈസ കിട്ടാനുള്ളത്? അത് പാർലമെൻറ്റിൽ അവർ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്, സ്റ്റേറ്റിന് അത് ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എവിടെ പൈസ കൊടുക്കാതിരുന്നെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി അവരോട്. അല്ല, അതിന് ഇയർമാർക്ക് ചെയ്തല്ല പൈസ കൊടുക്കുന്നത്. ഇത് അടക്കമുള്ള NHMൻ്റെ സ്കീമിൻ്റെ ഭാഗമാണ് ആശാവർക്കർക്ക് കൊടുക്കുന്ന ഇൻസെൻറ്റീവ്. ഇനി ആകെ ഈ വർഷം ഈ ഫിനാൻഷ്യൽ ഇയറിൽ ആകെ 97 കോടി കിട്ടാനുള്ളൂ. മുഴുവൻ പൈസയും ജനുവരി 25-ലാണ് ഞാൻ പറഞ്ഞത്. ഈ പൈസ ജനുവരി 25-ന്, ബാക്കി 2 മാസം ഫെബ്രുവരി മാർച്ച് കിടക്കുകയല്ലേ. ആകെ 97 കോടിയാണ്. അതായത് 800 ചില്ലാൻ കോടി കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് ആ 97 കോടി രൂപ ഇവരുടെ ഇൻസെൻറ്റീവാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിലും ഇല്ലേ, മന്ത്രിയുടെ കയ്യിൽ ഇരിക്കുന്നതിനേക്കാൾ ഡോക്യുമെൻറ്റ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്.
ഞങ്ങളിതൊക്കെ നന്നായി നോക്കി വർക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. പാർലമെൻറ്റിൽ നിരവധി മെമ്പർമാർക്ക് പാർലമെൻറ്റിൽ മന്ത്രിമാർ കൊടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളുണ്ട്. ഇപ്പോൾ സിക്കിമിൻ്റെ കാര്യം പറഞ്ഞു, സിക്കിമിൽ പാർലമെൻറ്റിൽ കൊടുത്ത ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴാണ് ഞങ്ങൾ ആന്ധ്രയിലെ കാര്യം കണ്ടത്. അപ്പോഴാണ് പശ്ചിമ ബംഗാൾ ഇവർക്ക് റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് ആനുകൂല്യം പ്രഖ്യാപിച്ചത്, 3 ലക്ഷം രൂപ ആനുകൂല്യം പ്രഖ്യാപിച്ചത് പറഞ്ഞത്. മാത്രമല്ല അവിടെയൊന്നും ഈ ആശാ വർക്കർമാർക്ക് ഇതിൻ്റെ 1/3 ജോലിയില്ല. കേരളത്തിൽ അസൈൻമെൻറ്റ്സ് നിങ്ങൾ ഒരു മിനിറ്റ് ഇവർക്ക് വിശ്രമിക്കാൻ പറ്റില്ല, ഒരു ഞായറാഴ്ച റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ ചെന്നാൽ ഈ കണക്കെഴുതിക്കൊണ്ടിരിക്കും ഈ പാവങ്ങൾ. നമുക്കറിയാവുന്നതല്ലേ, നമുക്ക് എത്ര പേരെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആളുകളാണ്, വ്യക്തിപരമായിട്ട് എത്രയോ വർഷമായിട്ട്. പിന്നെ എന്തിനാണ് ഇവർ ഹരിയാനയിൽ പോയി സമരം ചെയ്തത്? CITU അവിടെ 10,000 അവിടെ വർദ്ധിപ്പിക്കണം, ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ് ഇന്ത്യ മുഴുവൻ അവരുള്ളിടത്തൊക്കെ പോയി സമരം ചെയ്യുന്നുണ്ടല്ലോ. ഈ 10 കൊല്ലം മുമ്പ് എളമരം കരീം എന്തിനാണ് പാർലമെൻറ്റിൽ കൊണ്ടുവന്ന്? ഇത് കണ്ടില്ലേ കർണാടകയിൽ ഒരു മുഖ്യമന്ത്രി ചെയ്തത്? മുഖ്യമന്ത്രി ഹെൽത്ത് കമ്മീഷണർ ഇവരെയായിട്ട് ചർച്ച ചെയ്തിട്ട് ഹെൽത്ത് കമ്മീഷണറെ ഫ്രീഡം പാർക്കിൽ അവർ സമരം നടത്തുക. ആ സ്ത്രീകളാണ് അവർ. ആ ഹെൽത്ത് കമ്മീഷണർ അനൗൺസ് ചെയ്യുമ്പോൾ അവർ സന്തോഷം കണ്ട ഒരു മുഖ്യമന്ത്രി സമരം ചെയ്യുന്നത് ഇത്ര വലിയ തെറ്റാണോ? കർണാടകയിലെ സ്ട്രൈക്ക് കാൾ ഓഫ് ചെയ്യാൻ ചെയ്തത്. സമരം ചെയ്യുന്നവരെ വിളിച്ച് സംസാരിച്ച് ആ സ്ട്രൈക്ക് കാൾ ഓഫ് ചെയ്തിട്ടാണ് 10,000 rupees ആനുകൂല്യം കൊടുത്തത്. സമരം ചെയ്യുന്നത് ഇത്ര വലിയൊരു പാതകമാണ്. ഒരു ഇത് പ്രസ്റ്റീജാക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവരെ വിളിച്ച് ചർച്ച ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കാവുന്നതല്ലേ? എന്തിനാ ഇത്ര പ്രസ്റ്റീജാക്കണത്? ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അവരെ അപമാനിക്കുന്നത് എന്തിനാണ്? ഈ മന്ത്രിമാരും നേതാക്കളും കൂടി ഈ പാവങ്ങളെ എന്തിനാണ് ഇങ്ങനെ അപമാനിക്കുന്നത്? ഞങ്ങൾ മറുപടി പറഞ്ഞല്ലോ, ഞാൻ മറുപടി പറഞ്ഞല്ലോ. അവിടെ നടക്കുന്ന സമരത്തിനല്ലേ ഞങ്ങള്, രാഹുലല്ലേ ഞങ്ങളല്ലേ നിയോഗിച്ച് രാഹുലിനെ. സമരത്തെ അനുകൂലിച്ചതിന്റെ പേരിൽ, ന്യായമായ സമരത്തെ അനുകൂലിച്ചതിന്റെ പേരിൽ SUC എന്നല്ല എന്ത് പറഞ്ഞാലും ആ സമരമായിട്ട് മുന്നോട്ട് പോകും, സമരത്തിന് ഐക്യദാർഢ്യമായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ SUC എന്താ നിരോധിച്ചേക്കണ പാർട്ടിയല്ലോ ആണ് ഇന്ത്യയിൽ ആണെന്നേ. അവർക്ക് പുച്ഛമാണെന്ന് എല്ലാവരെയും. അവർ തൊഴിലാളി പാർട്ടിയല്ല, ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിച്ച രീതിയിലാണ് ഒരു സമരത്തിനോട് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, KSRTCയിൽ ഞങ്ങൾ സമരം ചെയ്യും, ശമ്പളം മര്യാദയ്ക്ക് കൊടുക്കാത്തതിന് ഡൈസ് ലോൺ ഏർപ്പെടുത്തി. ഓക്കെ, അടുത്ത എന്താണ് ഉത്തരവ്? അവരുടെ ശമ്പളം എഴുതണ്ടെന്ന്. സമരം ചെയ്തതിന് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആണോ തീവ്ര വലതുപക്ഷ ഗവൺമെൻറ് ആണോ? എന്ത് കമ്മ്യൂണിസ്റ്റമാണിത്? ഈ പാവപ്പെട്ടവരോട് ഇങ്ങനെ സമരം ചെയ്യുന്നവരുടെ ആറ്റിറ്റ്യൂഡ് ഇതാണ്. ഇന്നലെയൊക്കെ പറഞ്ഞത് എന്താ? ഒരു CPM നേതാവും പറഞ്ഞില്ലല്ലോ അത് തെറ്റാണെന്ന്. ഞങ്ങളുടെ പാർട്ടിയിൽ ഒരാൾ പറഞ്ഞാൽ ഞങ്ങൾ അയാൾക്കെതിരെ നടപടിയെടുക്കുമല്ലോ, സ്ത്രീകളെ ഇതുപോലെ അവമാനിച്ചുകൊണ്ട് സംസാരിച്ച. ഈ വനിതാ മന്ത്രിയല്ലേ, അവരൊരു വാക്ക് പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന്. എന്തൊരു അധിക്ഷേപമാണ് ആ സ്ത്രീകളോട്, പാവങ്ങളോട് ചെയ്യുന്നത്. ആ പാവെങ്കിലും ഉണ്ടല്ലോ. ഞങ്ങളത് സ്റ്റഡി ചെയ്യാണ്, ഞങ്ങളത് പഠിക്കുകയാണ്. ഒന്ന് ഇപ്പോഴത്തെ വയനാട് ദുരന്തത്തിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ എന്ത് സമീപനം എടുക്കണമെന്ന് ഞങ്ങൾ സ്വീകരിക്കും.